ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ കീബോർഡൊക്കെ വന്നിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലുള്ള ഓരോ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട്. അതായത് പ്ലേ സ്റ്റോറിൽ ഓരോ തീംസ് ഒക്കെ വെച്ചിട്ടുള്ള കീബോർഡൊക്കെ നമുക്ക് അതിന് ലഭ്യമായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കീബോർഡിൽ ഫ്ലവേഴ്സിൻ്റെയോ പിന്നെ മറ്റു പലതിൻ്റെയൊക്കെ പിക്ചറൊക്കെ വെച്ചിട്ട് നമ്മുടെ കീബോർഡിന് വന്നിട്ട് കൂടുതൽ ഭംഗിയാക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലരുടെ മൊബൈലൊക്കെ വന്നിട്ട് അല്പം ഹാങ് ഒക്കെ ആവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചില ഫോണിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മൊബൈലിലെ ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് നമ്മുടെ കീബോർഡ് വന്നിട്ട് നമ്മുടെ പിക്ചർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ പിക്ചർ ആഡ് ചെയ്തിട്ട് നമുക്ക് കീബോർഡിനെ മാറ്റാനായിട്ട് സാധിക്കും. അതായത് കീബോർഡിന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ കീബോർഡിന് വന്നിട്ട് വാൾപേപ്പർ പോലെ നമ്മുടെ പിക്ചർ തന്നെ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതലുള്ള ബെല്ലൈക്കൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ കീബോർഡാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ മൊബൈലിൽ ഇങ്ങനൊരു കീബോർഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റിക്കറിൻ്റെ, പിന്നെ ഗിഫ്റ്റിൻ്റെ, പിന്നെ സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പണായി കിട്ടുന്നത്. അതിൽ തീം എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഏതെങ്കിലും പിക്ചർ ഇതിലോട്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കളർ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് യൂസ് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഈ പിക്ചറൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഗാലറിയിലുള്ള പിക്ചർ എടുത്ത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ കാണുന്നുണ്ട്. ആദ്യം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗാലറി ഇവിടെ ഓപ്പണായി കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഈ ഒരു ഫോട്ടോ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളതിൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫോട്ടോ നല്ല രീതിക്ക് അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നെസ് വന്നിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഡൺ എന്നുള്ളതിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുറകിലോട്ട് അടിച്ച് വന്ന് നോക്കാം നമ്മുടെ കീബോർഡ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ ഈ കീബോർഡിൽ വന്നിട്ട് എൻ്റെ ഫോട്ടോ ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് മുഖേന രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതലുള്ള ബെല്ലൈക്കണിൽ ഉള്ളെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. Thank you.